സർഗാത്മകമായിട്ടും പഠനാത്മകമായിട്ടും കോവിലിനെ തിരിച്ചറിയുന്ന ഈ വരും നാളുകൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിശിഷ്ട സന്ദർഭത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സന്ദർഭം ഉണ്ടായതിൽ, അതിനുള്ള അവസരം ഉണ്ടായതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. സത്യം പറഞ്ഞാൽ 2-ാം തീയതി കോവിലൻ പഠനത്തിന്റെ സെഷനിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. തീരെ ഒഴിവാക്കാനാവാത്ത ഒരു അസൗകര്യം മൂലം എനിക്ക് അന്ന് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് സംഘാടകർ ആ വിവരം അറിയിച്ചപ്പോഴാണ് ഇന്നത്തെ ഈ തുടക്കത്തിന്റെ ഈ സമാരംഭ സന്ദർഭത്തിൽ തന്നെ സംസാരിക്കാൻ ഒരു അവസരം തന്നത്. അതും ഒരു കൃതാർത്ഥതയ്ക്ക് വകയായിരിക്കുന്നു. സുദീർഘമായ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കോവിലിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു 10-20 കൊല്ലം അദ്ദേഹവുമായിട്ട് അടുത്ത് പെരുമാറാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മേനോൻ മാഷാണ് അതിനുള്ള ഒരു സന്ദർഭം ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ഗുരുവായൂർ പലപ്പോഴും ട്രെയിൻ ഇറങ്ങിയിട്ട് വെളുപ്പം കാലത്ത് മേനോൻ മാഷിന്റെ വീട്ടിലേക്ക് സഞ്ജീവമായിട്ട് ചെന്ന് അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കോവിലിനെ കാണാൻ പോകാറുള്ളത്. അങ്ങനെ വലിയ നല്ല സ്മരണകൾ, പ്രത്യേകിച്ച് വിജയ ടീച്ചറൊക്കെ ആയിട്ട് പിന്നീട് അധ്യാപക രംഗത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെതായ ഒരു പങ്കാളിത്തം ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ പരിചയമുള്ളവർക്ക് ബോധ്യമായിട്ടുള്ളതായിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ഈ നാടകീയതയെ കുറിച്ച് പറയുമ്പോൾ കോവിലനുമായി സംസാരിക്കുന്നതിന് ഒരു നാടകീയ അനുഭവമാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും കോവിലൻ പറയുന്നത് ഭാഷയുടെ സംഭാഷണത്തിന്റെ നാടകീയത ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കോവിലന്റെ ഓരോ വാക്കുകളും. അത് ഭാഷയുടെ ഒരു പ്രയോഗത്തിൽ, അത് എപ്പോഴും അതിന്റെ ആ ഒരു സാങ്കേതികമായി പറഞ്ഞ പുരക്ഷേപണം എന്ന് പറയുന്ന പോലെ ചില വാക്കുകൾ എടുത്ത് മുന്നോട്ട് നിർത്തുക, ചില പ്രത്യേക തരത്തിലുള്ള ഊന്നലുകൾ കൊടുക്കുക, ചില പ്രത്യേക നിമിഷങ്ങളുടെ നിശബ്ദതകൾ കൊടുക്കുക, ചില പ്രത്യേക മുഴക്കങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഭാഷാ പ്രയോഗം. അത് നമ്മുടെ സാധാരണമായ സംഭാഷണത്തിൽ പോലും ഇങ്ങനെ ഓരോരുത്തരെയും അവനവനെ അവതരിപ്പിക്കുന്നതിൽ, മറ്റുള്ളവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവതരിപ്പിക്കുന്നതിലൊക്കെ നിശ്ചിതമായ ഒരു നാടകീയ അവബോധം കോവിലൻ എപ്പോഴും പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. വ്യക്തിപരമായി അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അതും ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ സായന്തനത്തിൽ നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായി ക്യാമ്പ് അംഗമായ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള PK മേനോൻ എന്ന ക്യാമ്പ് അംഗത്തിന് ബാഗും നൽകിക്കൊണ്ട് ജയകുമാർ സർ തന്നെ പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ ക്യാമ്പ് അംഗങ്ങൾക്കും വളണ്ടിയർമാർ ബാഗും സഞ്ചിയും നൽകേണ്ടതാണ് പ്രസംഗത്തിന് അലവസരമില്ലാത്ത വിധം. അടുത്തതായി കോവിലിന്റെ എന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കും എന്ന നാടകത്തിന്റെ പുനഃപ്രകാശനം നിർവഹിക്കുവാൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടർ ദേവേന്ദ്രനാഥ് ശങ്കരനാരായണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം പുസ്തക പ്രകാശനം. കേരള ദേവിചേട്ടന് പുസ്തകം നൽകിക്കൊണ്ടാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത്. നമ്മോട് സംസാരിക്കാൻ ഉദ്ഘാടനം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമാണ്. കോവിലിനെ പോലെ സാധാരണ മനുഷ്യന്റെ കഥ പറഞ്ഞ, സാധാരണ മനുഷ്യന്റെ കഥകളിലൂടെ അസാധാരണങ്ങളായ ജീവിത സത്യങ്ങളെ കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ, നമുക്ക് വായിക്കുമ്പോൾ നമ്മുടേതാണെന്ന് തോന്നുന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയാണ് കോവിലിന്റെ കഥകൾ വായിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലൊക്കെ എവിടെയോ ഞാനില്ലേ, എൻ്റെ അച്ഛനില്ലേ, എൻ്റെ ആരൊക്കെയോ ഇല്ലേ എന്ന് പറയുന്ന അങ്ങനെ വായിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കോവിലിനെ വായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏങ്ങണ്ടിയൂർ, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് ഏങ്ങണ്ടിയൂർ ഒരു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുറെ ചെറുപ്പക്കാർ ചേർന്നിട്ട് ഒരു നാടകം ഉണ്ടാക്കാണ്. അപ്പോൾ കോവിലിന്റെ കഥകൾ, തെരഞ്ഞെടുത്ത കഥകളിലെ കുറെ കഥാപാത്രങ്ങളെ ചേർത്ത് കോർത്തിണക്കി ഒരു നാടകം. പക്ഷെ അന്ന് എനിക്ക് ഞാൻ കോവിലിനെ വായിച്ചിട്ടില്ല. കോവിലിൽ കുറെ കഥാപാത്രങ്ങൾ വരുന്നു, മൊത്തത്തിൽ മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ കുറെ. പക്ഷെ മൊത്തത്തിൽ ഓക്കെ, കുറെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന കുറെ സംഭവങ്ങൾ അങ്ങനെ കണ്ടുപോകുന്നു. നാടകം അവതരണം റിഹേഴ്സൽ കഴിയുന്നു. അവിടെ അടുത്തുള്ള സ്കൂളിന്റെ
സൈഡിൽ കിടക്കുന്നു. അത് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തു കിടന്ന് പിന്നെയും നമ്മളിങ്ങനെ കോവിലിന്റെ ഓക്കെ അന്നൊന്നും കോവിലിന് സംഭവമൊന്നുമില്ല. പക്ഷെ ആ നാടകം കഴിഞ്ഞപ്പോൾ കോവിലിന്റെ തെരഞ്ഞെടുത്ത കഥകളിലാണ് ഞാൻ കോവിലിനെ വായിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ ഇന്നിപ്പോ വളരെ അപ്രതീക്ഷിതമായി ഒരു വലിയ കഥാകാരന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമായി എവിടേക്കോ ഈ അപ്രതീക്ഷിതമായ മുഹൂർത്തങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഓർമ്മിക്കത്തക്കതായി എൻ്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഓർമ്മയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇവിടെ ഈ ട്രസ്റ്റിന്റെ ഭാരവാഹികളിലൂടെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്ന കുറച്ച് 2 ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ എനിക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ പറ്റും എന്ന ഒരു സന്തോഷവും കൂടി പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പുസ്തകം സ്വീകരിച്ച കാരൻ ഡേവിസ് സംസാരിക്കുന്നു. പുസ്തകം തന്ന അന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മഹാഭാഗ്യം ലഭിക്കാൻ ഞാൻ യഥാർത്ഥത്തിൽ യോഗ്യനല്ല. കാരണം വായന വളരെ കമ്മിയാണ്. അത് നാടകമായാലും നോവലായാലും ചെറുകഥയായാലും ഇതെല്ലാം കാണാനും ഒക്കെ താല്പര്യമുണ്ട്. അതിലുപരി ഇതെല്ലാം ചെയ്യുന്ന കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും എല്ലാം വളരെ ഭക്തിയാദരപൂർവ്വം അവർ വീക്ഷിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ്. അർത്ഥത്തിൽ തന്നെ എൻ്റെ പരിസരവാസിയായ കോവിലിനോട് പ്രത്യേക മമതയും താല്പര്യമെല്ലാം. ഇവിടെ ജയകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പെരുമാറ്റം അത് മറ്റാർക്കും പകർത്താനാകാം. ആരോടാണോ പെരുമാറുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചെല്ലുന്ന ആ ഭാവവും ഭാഷയും നമ്മളെ കാന്തശക്തി പോലെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. പലപ്പോഴും ഇവിടെ പറയുന്നത് പോലെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ തോട്ടങ്ങൾ എഴുതുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ ഇത് വായിച്ചത്. ഒന്നും മനസ്സിലാവില്ല. ഇതൊന്ന് പറയാൻ വേണ്ടി കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികളും കൂടി അവിടെ ചെയ്തത്. അപ്പോ പച്ചഭാഷയിലാ പറഞ്ഞത്, ഇതൊന്നും നനക്ക് വേണ്ടി എഴുതുന്നല്ലാന്ന് പറഞ്ഞു. വിരളൊരു കൊണ്ട് എഴുതുന്നതാണ്. പിന്നീട് കുറെ കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ടപ്പോ പറഞ്ഞത് ഞാൻ എഴുതുന്നത് അധികം അവരൊന്നും വായിക്കുന്നില്ല. ഒരു പുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അഥവാ ഇനി വായിച്ചാലും 10,000-2000 ആളുകൾക്ക് എങ്ങനെ മനസ്സിലായെങ്കിൽ ബാക്കി അത്ര മതിയാണ്. അത്ര അദ്ദേഹം ഉദ്ദേശിക്കപ്പെട്ടു. പക്ഷെ അത് വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന സ്പർശനങ്ങളാണ്. അത് സംഭാഷണത്തിലെടുത്ത എപ്പോഴും മനുഷ്യനെ വേണ്ടി, മണ്ണിനെ വേണ്ടി, അത് ഇവിടെ പറഞ്ഞ പോലെ അത് പച്ച പിടിപ്പിക്കുന്ന അതിന്റെ അധ്വാനത്തിന് വേണ്ടി, അധ്വാനത്തിന്റെ പിന്നിലുള്ള ആ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചാൽ തീരുമില്ല. അത് സ്വകാര്യ സംഭാഷണത്തിലും നമുക്ക് മനസ്സിലാവും. എവിടെയെല്ലാം ദുഃഖവും പ്രയാസവും ഉണ്ടോ അതെല്ലാം വളരെ പെട്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കും. ഇപ്പോ ഭൂപരിഷ്കരണ നിയമം 1920 നടന്നു. അപ്പോ പാട്ടഭൂമി, കുടികിടപ്പ് എല്ലാം കിട്ടുന്നതും അതിനു വേണ്ടിയിട്ടുള്ള സമരവും പ്രക്ഷോഭവും എല്ലാം നടക്കുകയാണ്. അതിനോടെല്ലാം നല്ല യോജിപ്പാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം ഒരു വിമർശനം വെക്കിയാൽ അന്ന് നമുക്കത് മനസ്സിലായില്ല. അദ്ദേഹം വെച്ച വിമർശനം, ഈ പാട്ടമെല്ലാം കിട്ടി ജീവിക്കുകയും മറ്റു ജോലികൾക്കൊന്നും പോവാതിരിക്കുകയും ചെയ്യുന്ന ഈ പാവം ഇല്ലത്തിലെ കുട്ടികൾ ഇനി എങ്ങനെയാ ജീവിക്കുക? അന്ന് നമുക്കതിനോട് പുച്ഛ തോന്നിയത്. പക്ഷെ ഇപ്പോ അതിന് നിയമം ഉണ്ടാക്കാൻ പോകുക. അങ്ങനെ വന്ന അമ്പലങ്ങളിൽ ഇപ്പോ നമ്മുടെ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ശാന്തിക്കാരൻ കോടംകണ്ടം നമ്പൂതിരിഞ്ഞ് എങ്ങനെയാ ജീവിക്കുക? അപ്പോൾ വലിയൊരു പരിഷ്കാരം അതിന് അദ്ദേഹം പിന്തുണയ്ക്കുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ വളരെ ന്യൂനപക്ഷമാണെങ്കിലും വേദനിക്കുന്നവരുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ദൃഷ്ടിയിലൂടെ കാണുക. അതൊരു മഹത്വമാണ് എന്ന് പറഞ്ഞ ഒരു വേദനയും അദ്ദേഹത്തിന് കാണാനാവില്ല മനുഷ്യൻ.
വയലാർ പറഞ്ഞതുപോലെ സ്നേഹിക്കയില്ല ഞാൻ, നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അത് ആഴത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യമൊന്നും വായിച്ചിട്ട് അത് വിലയിരുത്താൻ എന്നെ കൊണ്ടാവില്ല, അതിന് മാത്രം ഞാനൊരു വലിയ ആളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം, പെരുമാറ്റം, സംഭാഷണം എല്ലാറ്റിലും ഇത് കാണാം. അഭിപ്രായത്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം ആരെ എന്തൊക്കെ പരിശീലിപ്പിക്കുക, എന്നിട്ട് പിന്നീട് പറഞ്ഞത് എന്നെ കൊണ്ടാവും ചെയ്യാൻ. ഞാൻ പഠിച്ച പട്ടാളപുറം ഞാൻ എന്റെ നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കും, ഇത് അവസാനിപ്പിക്കണം. അപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വേച്ഛാ അധിപത്യപരമായ പ്രവണതകൾ തുടങ്ങിയ ഒരു പരിഷ്കൃത മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ കണ്ട പ്രാകൃതമാണെന്ന് ഇത്ര പച്ചയായ മനുഷ്യ സ്നേഹമുള്ള മനുഷ്യൻ, അതെന്റെ ഏറ്റവും സൂക്ഷ്മ ദൃഷ്ടിയിൽ ഇതെല്ലാം കാണാൻ കഴിയുന്നയാൾ. പലപ്പോഴും അതേ തർക്കിക്കാറുണ്ട്. ഞാനൊരിക്കൽ ശ്രീരാമനുമായിട്ട് എന്തൊരു കാര്യത്തിനവിടെ ചെന്നപ്പോൾ അദ്ദേഹം സ്വന്തന്മാരെ കുറിച്ച് അതൊരു ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ പരിഷ്കരണമെല്ലാം വന്നപ്പോ നല്ല പാട്ടഭൂമിയൊക്കെ വരമ്പത്ത് കൊടയും പിടിച്ച് ചെരുപ്പൂട്ട് നടക്കുന്നവരെ കിട്ടി, സ്വന്തന്മാർക്ക് കിട്ടിയില്ല എന്നാണ്. അതിനോട് കോവിലിനെ യോജിപ്പാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഭാഗമായി കുറെ പാവങ്ങൾ വലിയ സുഖസൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് പ്രയാസം വരുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ സംഭാഷണ രീതി. അത് ഏത് രംഗത്തും അവിടെ ഒരു മറയില്ല. ആ സ്നേഹത്തെയാണ്, ആ മനുഷ്യനെ കണ്ടെത്താനുള്ള ആ തീവ്രതയാണ് ഇവിടെയെല്ലാം മഹത്വവൽക്കരിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പുറത്തു വന്നത്. ഇവിടെ പറഞ്ഞ പോലെ അതിങ്ങനെ ഏത് ഇഷ്ടപ്പെട്ട ഭക്ഷ്യപദാർത്ഥവും ചവച്ച് ഉമിനീരുമായി ചേർത്ത് നീരാക്കി അതിങ്ങോട്ട് ഇറക്കുമ്പോൾ അതിന്റെ രുചി അറിയെന്ന് പറഞ്ഞല്ലോ മാട്ട്. ആ രുചി അപ്പോളെ അറിയുള്ളൂ. ദഹിക്കണമെങ്കിൽ അത് വേണം, ഉമിനീര് കൂടണം, അല്ലെങ്കിൽ അവിടെ കല്ലായി കിടക്കും. അതും കൂടി കോവിലുണ്ട്. അത് നമുക്കത് ഉമിനീരാക്കി ഇറക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ചിലത് വായിച്ചായിട്ട് മനസ്സിലാവുന്നില്ല. അതാണ് നമുക്കുള്ളൊരു കുഴപ്പം. അതിനെ മാത്രം ഒരു സാഹിത്യ രംഗത്ത് അത്ര എനിക്കില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ അതറിയുന്ന കുറച്ചാളുകളെങ്കിലും മലയാളത്തിലുണ്ട്. അത് മതി. വെളിച്ചം 1000 വേണമല്ലോ. ഒരു നല്ല ദീപം കത്തിച്ച പ്രകാശമാവുമല്ലോ. 1000 ആൾക്ക് മനസ്സിലായാൽ അത് മലയാളിക്ക് മനസ്സിലായിക്കോളും. അതിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കലും അദ്ദേഹത്തിന്റെ കൃതികളുടെ പുനർവായനയും നാടകത്തിന്റെ ആവിഷ്കരണവും എല്ലാം സമൂഹത്തിന്റെ ഒരു പുനരുൽപ്പത്തിക്ക് വേണ്ടിയുള്ള വലിയൊരു മുന്നേറ്റമായിരിക്കും. അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും. ക്യാമ്പിന്റെ രൂപരേഖ സവിശേഷമായി നമ്മളിവിടെ അവതരിപ്പിക്കുന്ന പോസ്റ്റ് മോഡുലാർ ലാബ്, ഈ 3 ദിവസത്തെ ക്യാമ്പിന്റെ സംക്ഷിപ്ത വിവരണവും നൽകുന്നതിനായി സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള ശ്രീജിത്ത് രമണൻ ക്യാമ്പ് ഡയറക്ടറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്യാമ്പ് അംഗങ്ങൾക്കും പൊതുസമൂഹത്തിനും കോവിഡ് ട്രസ്റ്റ് സംഘാടക സമിതിക്കും ഈ നാടക ശില്പശാല എന്തെന്നറിയുവാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, നാടക പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏകദേശം 1 മാസത്തിന് മുമ്പ് ഇതിന്റെ സംഘാടകര് ഇത്തരത്തിലൊരു നാടക ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായിട്ട് എന്നെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു എഴുത്തുകാരന്റെ പേരിൽ നടത്താൻ പോകുന്ന ഒരു നാടക ക്യാമ്പാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലെ നാടകീയ അംശങ്ങൾ ആണ് അവരെ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം ഞാനൊന്ന് ശങ്കിച്ചു, ഞാനാണോ അതിന് യോഗ്യൻ? കാരണം ഞാൻ അത്ര കണ്ട് കോവിലൻ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നില്ല. ഒരുപക്ഷെ എൻ്റെ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതി കൊണ്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റാതെ പോയ ഒരു എഴുത്തുകാരൻ. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച് ഞാനിത് ഏറ്റെടുക്കണമെന്നായിരുന്നു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ, ഞാൻ പെട്ടെന്ന് തന്നെ ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ എടുത്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് 1 മാസത്തോളം സമയമുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പോകാനുള്ള ഒരു സമയമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത്തരം നാടകീയാംശങ്ങളെക്കാൾ ഊന്നുന്നതോടൊപ്പം തന്നെ മലയാള നാടകവേദിയെ ഈ പറയുന്ന പോലെ നവീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, പ്രത്യേകിച്ചും
യങ്സ്റ്റേഴ്സിനെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർ മുന്നിട്ട് നിന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിപ്പോൾ പ്രത്യേകിച്ചും ജയകുമാർ സാറിന്റെ ആ പ്രസംഗം കൂടെ കേട്ടപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്ന് ഈ വർക്ക്ഷോപ്പ് നടത്താൻ ഉചിതമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഈ കോവിലൻ ട്രസ്റ്റ് തന്നെ ആണെന്ന് തോന്നുന്നു. കാരണം സ്വന്തം കൃതിയെ വേറൊരു തരത്തിൽ വീണ്ടും പബ്ലിക്കേഷന് വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അതിനെ നവീകരിക്കുവാൻ സ്വയം തയ്യാറാവുന്ന ഒരു തരം ചങ്കൂറ്റം ഒരുപക്ഷെ നമ്മൾക്ക് ഇന്ന് നാടകവേദിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാൻ ഒരിക്കലും നമ്മളുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഇവിടുത്തെ നാടക പ്രവർത്തകർക്ക് ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, പക്ഷേ പലപ്പോഴും തലമുതിർന്ന ഒട്ടേറെ നാടക പ്രവർത്തകർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഒരു നവീകരണ പ്രക്രിയയിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ്. ചെയ്യുന്ന ഒരു നാടകത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അദ്ദേഹം ചെയ്തത് അറ്റംപ്റ്റ്സ് ഓൺ ഹെർ ലൈഫ് എന്ന് പറഞ്ഞ മാർട്ടിൻ ഗ്രംബ് എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു റൈറ്ററിനെ, അതായത് അതിന്റെ ഡ്രമറ്റർജി ഇപ്പോഴത്തെ എഴുത്തിന്റെ രീതികൾ തന്നെ മാറി. നാടകം എഴുതുന്ന സമ്പ്രദായത്തിൽ തന്നെ ഭയങ്കരമായുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഏറ്റവും പുതിയ റൈറ്റിംഗ് പടുത്തുയർത്തിയിട്ടുള്ള മാർട്ടിൻ ഗ്രംബിനെ പോലുള്ള അല്ലെങ്കിൽ സാറാ കെയ്നെ പോലുള്ള ആളുകളെ എടുത്ത് ചെയ്യുന്ന ഒരു റൈറ്ററാണ് ഫിലിപ്പ് സർലിൻ. അദ്ദേഹം ഇതേപോലെ 60കളിലും 70കളിലൊക്കെ വർക്ക് ചെയ്തു തുടങ്ങിയ മനുഷ്യനാണ്. പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ വളരെ ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റുകൾ തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഈ സെക്കൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റുകളെ പോലും അഡാപ്റ്റ് ചെയ്യാനും അതിനെ അരങ്ങിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള തൃഷ്ണ, അതും ഈ പ്രായത്തിൽ. പ്രത്യേകിച്ചും എനിക്കൊക്കെ പ്ലേ ചെയ്യാൻ വരുന്ന സമയത്ത് ഇദ്ദേഹം വളരെ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതോ അസുഖമാണ്. പക്ഷെ ആ അവസ്ഥയിൽ പോലും അത്ര ചലഞ്ചിങ് ആയിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കാൻ കാണിക്കുകയും നമ്മളെക്കാളൊക്കെ വളരെ അപ്ഡേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പുതിയ വർക്കുകൾ ഉണ്ടാകാനും കാണിക്കുന്ന ഒരു ത്വര പക്ഷേ നമ്മളുടെ ഇവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള നാടകപ്രവർത്തനം നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു ഫീൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ അവരുടെ വർക്കുകൾ ശ്രദ്ധിച്ചാലും കാണാം. നാടകത്തിൽ നിന്ന് ആളുകൾ അകന്നുപോയതിന്റെ ഒരു കാരണവും പ്രത്യേകിച്ചും പുതുതലമുറയ്ക്ക് ഇതിന്റെ പുതു സാധ്യതകൾ മനസ്സിലാകാതെ പോവുകയും അവരിതിൽ നിന്ന് മാറിപ്പോകാനുണ്ടായ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോ ഇത് ശരിക്കും മലയാള നാടകവേദിയിലെ ഒരു മാറ്റത്തിന്റെ കാലമാണെന്ന് ശരിക്കും വിശ്വസിക്കുന്നു. കാരണം അതിന്റെ നല്ല നല്ല സൂചനകൾ കേരളത്തിൽ പല ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവല്. അപ്പം ഇത് കണ്ടിട്ട് പലപ്പോഴും അത്തരം ഒരു അവസ്ഥ കേരളത്തിലെ നാടകവേദിക്ക് അല്ലെങ്കിൽ നാടകപ്രവർത്തകർ ഉണ്ടാകുന്നു. ഇത് കണ്ട് പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരുപക്ഷെ അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ ആയതുകൊണ്ടല്ല, ഈ പറയുന്ന ഒരു നവീകരണ പ്രക്രിയ കൂട്ടമായിട്ട് നടക്കാത്തത് കൊണ്ട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ എഴുത്തുകാരന്റെ പേരിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതി തുടങ്ങിയത് എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തോന്നില്ല ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്ന് ഞാൻ വാക്ക് തരുന്നില്ല. പക്ഷേ നിങ്ങളിൽ ചില സ്പാർക്ക് ഉണ്ടാക്കുവാൻ ഈ തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിന്റെ ഒരു മൊഡ്യൂൾ സഹായിക്കും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ചെറിയ വിവരണം തരാം. ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വിവരണം എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സെഷനിലായിരിക്കും ഞാൻ തരുന്നത്. പക്ഷേ നാളത്തുള്ള വർക്ക്ഷോപ്പിന്റെ ഒരു ഏകദേശ രൂപരേഖ ഞാൻ തരാം. നമ്മൾ രാവിലെ തൊട്ട് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്തായാലും 3 ദിവസം, ഇതൊരു റെസിഡൻസി പ്രോഗ്രാമാണ്, 3 ദിവസമാണ് നിങ്ങൾ ഇവിടെ. അപ്പം അതിന്റെ ഒരു മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം, അതിലേക്ക് പരമാവധി എൻഗേജ് ചെയ്യുക. അത്ര ഡിസിപ്ലിനോടുകൂടി ഇത് പോയില്ലെങ്കിൽ ഇത് പ്രയോജനം ചെയ്യില്ല. ഇത് വെറുതെ വന്നു ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിനേക്കാളുപരി ശരീരത്തെ പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ള ഒരു ഫോക്കസിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ രാവിലെ 7:30 ഇത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ട്. ഈ പാർട്ടിസിപ്പൻസും അതണക്ക് ദേവേന്ദ്രനാഥും ഞാനും കൂടി ഇരിക്കുന്ന ഒരു സെഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇതിന്റെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഞാൻ നൽകുന്നതായിരിക്കും. നാളെ നടക്കുന്ന 7:30 തൊട്ട് 8:30 വരെയുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മൂവ്മെന്റും വോയിസുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാത്ത ഒട്ടേറെ ടെക്നിക്കുകൾ, അതിന്റെ ചില സാധ്യത ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ വളരെ യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സുസുക്കി മെത്തേഡ് പോലുള്ള സംഗതികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ തായ്ച്ചി, നമുക്ക് പരിചിതമല്ലാത്ത ഒരു ബോഡി ലാംഗ്വേജ്, വേറൊരു രീതിയിലുള്ള ഒരു വിഷ്വൽ കൾച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ വൊക്കാബുലറി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില സാധ്യതകൾ നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളരെ
കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ സാധ്യതകൾ ഇത്രയധികം മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു റൂട്ടിൽ നിന്ന് മാത്രം കാര്യങ്ങൾ സന്നിവേശിപ്പിക്കുന്ന ഒരു സംഗതി പോരാ, കുറച്ചും കൂടെ വിപുലമാക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരത്തിൽ മൂവ്മെന്റിനകത്ത് ഉൾപ്പെടുത്തുന്ന സുസുക്കി, തായ്ചി, അതാണ് സിക്സ് ഡയറക്ഷണൽ മൂവ്മെന്റ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ടുള്ള ചില ട്രെയിനിങ്. കാരണം അത് എനിക്കൊന്ന് ഒട്ടുമിക്ക ആളുകൾക്കും പരിചിതമായിരിക്കും. പരിചിതമായില്ലെങ്കിൽ തന്നെയും കാഴ്ചകൾ കൊണ്ടും നിങ്ങൾ എവിടേക്കോ നിങ്ങളുടെ ഇത്തരം ഒരു ജിയോഗ്രഫി, ഇത്തരം ഭൂപ്രകൃതി ജീവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ശരീരത്തിലൊക്കെ കഥകളിയുടെയും കളരിയുടെയും യോഗയുടെയൊക്കെ എന്തൊക്കെ ഒരു സാമീപ്യം ഉണ്ടായിരിക്കും. പക്ഷെ അതിന് ഭയങ്കര വിരുദ്ധമായിട്ടുള്ള ചില ബോഡി സങ്കേതങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ആ മോർണിംഗ് സെഷൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അത് പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനും പിന്നെ എന്നോടൊപ്പം സ്കൂളിൽ ഇപ്പൊ പഠിച്ച് MA കഴിഞ്ഞിറങ്ങിയ ശരണും ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നാളെ 10 മണിക്കുള്ള സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്ന മലയാള നാടകവേദിയിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പരിചയമുണ്ടാവും. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു തിയേറ്റർ സങ്കല്പം ഇവിടെ നിലവിലിരുന്ന വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടക സഞ്ചാരത്തിൽ നിന്ന് മാറി ഒരു പാത വെട്ടിത്തുറന്ന മനുഷ്യൻ ഒറ്റയ്ക്ക്. അദ്ദേഹത്തിന്റെ സവിശേഷത നിങ്ങൾക്കറിയാം. ഈ മനുഷ്യന്റെ നാടകങ്ങൾ ആയിരക്കണക്കിന് കളിക്കുകയും പലതും ലോകത്ത് നടന്നുകൊണ്ടിരുന്ന പല അക്കാഡമിക് ആയിട്ടുള്ള പല ഗൗരവമായിട്ട് നാടകത്തെ കണ്ട ആളുകൾ നടത്തിയുള്ള പല പരീക്ഷണങ്ങളും അതേ സമയത്ത് തന്നെ ഇവിടെ പാരലലായിട്ട് നടത്തുകയും ചെയ്ത മനുഷ്യനാണ്. പക്ഷെ അതിനെ അങ്ങനെ ഒരു അക്കാഡമിക്